യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 18-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ആമേൻ. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കേൾപ്പിച്ച വചനപ്രകാരം ഒരിക്കലും അനാഥരായി വിടാത്ത കർത്താവേ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ ഇന്ന് എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, ആമേൻ കർത്താവേ, ഇന്ന് എൻ്റെ ഇല്ലായ്മയുടെ അടുക്കിലേക്ക് യേശുവേ കടന്നു വരണമേ കർത്താവേ. അന്ന് അത്ഭുതങ്ങൾ ചെയ്തുപോലെ കർത്താവേ, ഇന്നും അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആമേൻ കർത്താവേ, ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഞങ്ങൾ അപ്പനെ, എൻ്റെ പ്രശ്നങ്ങൾ നടുവിൽ വീണു പോകാതെ എന്നെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. തളർന്നു താഴടിയായി പോകാതെ എന്നെ കരുതുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ വചനപ്രകാരം തന്നെ കർത്താവേ അടിയനെ ബലപ്പെടുത്തണമേ കർത്താവേ. തിരുജനത്തെയും കർത്താവേ ബലപ്പെടുത്തണമെന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ദൈവം നമ്മെ മാനിക്കും. ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മൾ തള്ളി പറഞ്ഞാലും ദൈവം നമ്മെ തള്ളി പറയുകയില്ല. അവൻ നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ മാനിക്കുന്ന ദൈവം ഇന്ന് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നെ ഉയർത്തുന്ന ദൈവം, പൊടിയിൽ നിന്നും ഹല്ലേലൂയ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം ഇന്ന് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. യേശു ഇന്ന് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ സംരക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 34:18 പറയുന്നു. ഹല്ലേലൂയ. ആരൊക്കെ ഹൃദയം നുറുങ്ങിയ വേദനയോടെ ആയിരിക്കുന്നു, ഹല്ലേലൂയ, ഇങ്ങനെ പറയട്ടെ: എല്ലാവരും എന്നെ നീക്കി വിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരിലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരും എന്നെ തള്ളപ്പെട്ടു. ഹല്ലേലൂയ. അനാഥനായി, ഹല്ലേലൂയ, ആരുമില്ലാത്തവനെ പോലെ ഞാനൊരു ഏകനായിരുന്നപ്പോഴും എൻ്റെ കൂട്ടാളിയായി യേശു എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ഏകനായി മാറാതെ, ഹല്ലേലൂയ, അന്ന് ഏകനായപ്പോൾ, അതെ, ആദത്തിൻ്റെയും ഹവ്വയുടെയും ഇടയിൽ ഏകനായി പോയപ്പോൾ അവിടെ പിശാചിറങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, നീ ഏകനായപ്പോൾ നിന്നെ കവർന്ന് കൊണ്ടുപോകാതെ നിനക്ക് കൂട്ടായി നിനക്കൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം അതേ യേശു നിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും നിന്നെ ഒരിക്കലും യേശു തള്ളി പറയുകയില്ല. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ഹല്ലേലൂയ, അതെ, പൊടിയിലായിരിക്കാം കിടക്കുന്നേ, കുപ്പയിലായിരിക്കാം കിടക്കുന്നേ, ഹല്ലേലൂയ, അവിടെ നിന്നെ മാനിക്കുന്നവനാ, അവിടെ നിന്നെ ഉയർത്തുന്നവനാ. ഹല്ലേലൂയ. ഇങ്ങനെ തന്നെ പറയാം. ഒരിക്കൽ, ഹല്ലേലൂയ, നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹാസിക്കപ്പെട്ട്, ഹല്ലേലൂയ, നീ പരിഹാസം കേട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ നിന്ദയ്ക്കു മധ്യേ, ആ പരിഹാസത്തിന് മധ്യേ യേശു പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഒരിക്കൽ ഒരിടത്ത് ജോലിക്കായി കടന്നുപോയി. അവിടെ ജോലി ചെയ്തു. ഒത്തിരി സന്തോഷത്തോടെ കുറേ നാളുകൾ ജോലി ചെയ്ത് അവരോടൊപ്പം പറ്റി നിന്ന് അവരോടൊപ്പം യാത്ര ചെയ്ത് കൂട്ടുകാരിൽ കൂട്ടുകാരനായി, സഹോദരനായി, ഇനി എനിക്ക് എവരെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവരോടൊപ്പം പറ്റി നിന്ന്, ഹല്ലേലൂയ, ഞാൻ ജോലി ചെയ്തു പോന്നു. പക്ഷേ ഒരു ദിവസം, ഹല്ലേലൂയ, ഇനി നീ ജോലി ചെയ്തത് മതി, നീ ഇറങ്ങിപ്പോയിക്കോ, ഇനി ഇവിടെ നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. ഹല്ലേലൂയ. ഞാൻ വളരെ പ്രതിസന്ധിയിലേക്ക് ആയിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എവിടെ പോകും? ഇനി എന്നെ ആര് കരുതും? ഇനി എനിക്ക് എവിടെയാണ് രക്ഷ? ഇനി എനിക്ക് എവിടെയാണ് ജോലി? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒന്നും കൂടി പറയട്ടെ. പുള്ളി അത് മാത്രമല്ല ചെയ്തത്. ഞാൻ വേറൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിനായി കൊടുത്തപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവിടെയും വിളിച്ച് പറഞ്ഞു, ഇവനെ ജോലിക്ക് എടുക്കുവാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നോർമലി എന്താ ചെയ്യുന്നത്? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് അവനൊന്ന് എൻക്വയറി ചെയ്യും. ആ എൻക്വയറി ചെയ്തപ്പോൾ ഇവനെ അവിടെ എടുക്കരുത്, ഇവിടെ പോലും നേരെ ജോലി ചെയ്യാതെ അവൻ ഇറങ്ങിപ്പോയതാണെന്ന് പോലും അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണേ. അങ്ങനെ പറഞ്ഞിട്ടും, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ തള്ളി പറഞ്ഞിട്ടും, ഹല്ലേലൂയ,
ഹാലലുയ. അങ്ങനെയൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടും ഹാലലുയ ഇന്ന് ദൈവം എന്നെ മാനിക്കുന്നിടത്താക്കി. ഹാലലുയ. സ്വന്തമായി നിൽക്കുവാൻ തക്കവണ്ണം, സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം, ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കയ്യിലിരുന്നിട്ടല്ല, യേശുവിൻ്റെ നാമത്തിൽ യേശുവേ ഞാൻ അങ്ങിൽ അർപ്പിച്ചുകൊണ്ട്, ഞാൻ അങ്ങിൽ നിന്നുകൊണ്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലുകളെ അവൻ ഉറപ്പിച്ചു, എൻ്റെ കാലുകളെ അവൻ ബലപ്പെടുത്തി. തളർന്നു പോകുമെന്ന് പലപ്പോഴും ഭയപ്പെട്ടപ്പോഴും, വീണു പോകുമെന്ന് പലപ്പോഴും പേടിച്ച് പിന്നോക്കം വരിഞ്ഞപ്പോഴും, ഹല്ലേലൂയ, എല്ലാവരും തള്ളപ്പെട്ടപ്പോഴും എന്നെ വീണു പോകാൻ അനുവദിക്കാതെ യേശു എൻ്റെ ഒപ്പം നിന്നു. എന്നെ അനാഥനാക്കി വിട്ടില്ല, എന്നെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. അതേ പ്രിയ മക്കളെ, നിങ്ങൾ കേട്ടതൊരു സാക്ഷ്യമാ. ഉപേക്ഷിക്കാത്തവനാ, തള്ളിക്കളയാത്തവനാ എൻ്റെ യേശു വലിയവനാ. ഹല്ലേലൂയ. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നവനാ. എൻ്റെ യേശു ഇത് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. അന്നിറങ്ങിയപ്പോൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവസാനിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ മനസ്സുകൊണ്ട് കലങ്ങിയപ്പോൾ യേശു പറഞ്ഞു, തീർന്നില്ല, ഇതൊരു തുടക്കമാ, അവസാനിച്ചില്ല, ഇതൊരു തുടക്കമാ. നഷ്ടത്തെ ഓർത്ത് നീ വിലപിക്കേണ്ട, നഷ്ടത്തെ ഓർത്ത് നീ കരയേണ്ട. ഒത്തിരി നീ നഷ്ടമാക്കി, ആ നഷ്ടമാക്കിയതൊന്നും നിനക്കുള്ളതായിരുന്നില്ല. പക്ഷേ നീ ഇന്നു മുതൽ നേടുവാൻ പോകുകയാ, ഇന്നു മുതൽ നീ കരുതുവാൻ പോകുകയാ. ഹല്ലേലൂയ. അതെ, തള്ളപ്പെട്ടു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37 മുതൽ 42 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നു, യോസേഫ്. ഹല്ലേലൂയ. സ്വന്തം സഹോദരനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, സ്വന്തം സഹോദരങ്ങളാൽ വേദന അനുഭവിക്കേണ്ടി വന്നവൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും വലിയ വേദന ഏതാ? സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോ തള്ളി പറയുമ്പോഴുള്ള വേദന, അവരാൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴുള്ള വേദന. ഒന്നിച്ച് കളിച്ചു വളർന്ന്, ഒന്നിച്ച് ഒരുമിച്ച് വളർന്ന്, ഒരു പാത്രത്തിൽ കഴിച്ചവരായിരിക്കാം, ഒരുമിച്ച് അടികൂടി വളർന്നവരായിരിക്കാം. അവരുപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ആ വേദന എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ വേദനയോടെ, ആ വേദനയാ ഹല്ലേലൂയ ആ പൊട്ടക്കിണറ്റിലേക്ക് സഹോദരങ്ങൾ തള്ളിയിടുമ്പോഴും അവൻ്റെ മനസ്സ് നീറി അതായിരിക്കും, യേശുവേ അല്ലെങ്കിൽ ദൈവമേ എന്നെ ഇവർ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ച എൻ്റെ സഹോദരങ്ങൾ, ഞാൻ സ്നേഹിച്ച എൻ്റെ സഹോദരങ്ങൾ, എന്നെ കരുതുമെന്ന് ഞാൻ കരുതിയ സഹോദരങ്ങൾ, ഹല്ലേലൂയ, അവർ എന്നെ തള്ളിക്കളഞ്ഞു, അവരെന്നെ നീക്കി മാറ്റി, എന്നെ ഒരു അനാഥനെ പോലെ ഹല്ലേലൂയ ഈ കുഴിക്കകത്ത് കിടന്ന് മരിക്കുവാൻ തക്കവണ്ണം, ഈ കുഴിക്കകത്ത് കിടന്ന് ഹല്ലേലൂയ ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചു പോകുവാൻ തക്കവണ്ണം എന്നെ തള്ളിപ്പെട്ടു. ഇത്രത്തോളം അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടു. ഇത്രത്തോളം അവരിൽ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഇത്രത്തോളം വെറുക്കപ്പെടുവാൻ എന്നിൽ എന്താ തെറ്റാണ് അവർ കണ്ടത്? ഹല്ലേലൂയ. യോസേഫ് കരഞ്ഞിട്ടുണ്ടാവാം. ആ കിണറ്റിൽ കിടന്ന് ഉറക്കെ, ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള കരയുന്നത് പോലെ അവൻ ഉറക്കെ ഉറക്കെ നിലവിളിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. അതുകൊണ്ടാകാം അതുവഴി ഒരു മിദ്യാനൻ കടന്നു പോകുന്നതും അവൻ അടുക്കലേക്ക് ഹല്ലേലൂയ 30 വെള്ളിക്കാശിന് അവൻ ഹല്ലേലൂയ കുറച്ച് പണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവനെ തള്ളിക്കളയുന്നതിന് വേണ്ടി, അവനെ ഇവിടുന്ന് മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ പിടിച്ചു കൊടുത്തത്. പക്ഷേ പിടിച്ചു കൊടുത്തതും തള്ളിക്കപ്പെട്ടതും അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ തള്ളപ്പെട്ടതും പിടിച്ചു കൊടുക്കപ്പെട്ടതും ഒന്ന് ഉപേക്ഷിക്കപ്പെടുവാനായിരുന്നില്ല, നീങ്ങപ്പെടുവാനായിരുന്നില്ല. എല്ലാം അവന് ഹല്ലേലൂയ ഫന്തവും ഉചിതവുമായി ഇരട്ടിയായി നേടുവാൻ തക്കവണ്ണം, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് എത്തുവാൻ തക്കവണ്ണം, അവന്റെ മേൽ വിചാരകനാകുവാൻ തക്കവണ്ണം അവനെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തള്ളപ്പെട്ടവനാ, ഉപേക്ഷിക്കപ്പെട്ടവനാ, കരഞ്ഞവനാ, അതിനകത്ത് കിടന്ന് നീറിയവനാ, തള്ളപ്പെട്ട് ഹല്ലേലൂയ അവനെയാ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് എത്തിച്ച് ആ മേൽവിചാരകനാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കരഞ്ഞ് നീറിയെടുത്ത് നിന്നും ഉയരത്തിലേക്ക് ഹല്ലേലൂയ ഉയരത്തിലേക്ക്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തളർന്നു പോയില്ല, അവൻ വീണു പോയില്ല. അതേ, യേശു നിന്റെ ഒപ്പമുണ്ട്, നീ വീണു പോകുകയില്ല. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഹല്ലേലൂയ, സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്റെ ഒപ്പമുള്ളവർ നിന്നെ മാറ്റപ്പെടുത്തിയാലും, നിന്റെ ഒപ്പമുള്ളവർ നിന്നെ വേദനിപ്പിച്ചാലും ഹല്ലേലൂയ ഒന്ന് പറയട്ടെ, നീ കരയുവാൻ നിന്റെ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല, നീ വേദനിക്കുന്നത് നിന്റെ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ ഇന്നത്തെ വേദന നാളത്തെ വലിയ നേടലിന് വേണ്ടിയാ. ഇന്ന് നീ കരയുന്നത് നാളത്തെ സന്തോഷത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. അതെ, അവസാനം കാണുവാൻ സാധിക്കുന്നു. അതെ,
ആ യോസഫിന്റെ അടുക്കലേക്ക് തന്നെ ആ സഹോദരൻ മടങ്ങി വരുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരാണോ ഉപേക്ഷിച്ചത്, ആരാണോ തള്ളിക്കളഞ്ഞത്, ആരാണോ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയത്, അതേ സഹോദരന്റെ അടുക്കലേക്ക് അവന്റെ സഹോദരൻ കടന്നു വരുന്നു. ചുമ്മാ ഇരിക്കുമോ ദൈവം? ആരെങ്കിലും നിന്നെ ഉപേക്ഷിച്ച ചുമ്മാ ഇരിക്കുമോ? അവന്റെ മുന്നിൽ നിന്നെ എണീപ്പിക്കും, അവന്റെ മുന്നിൽ നിന്നെ എഴുന്നേൽപ്പിക്കും. തള്ളപ്പെട്ടവരുടെ മുൻപിൽ, ഉപേക്ഷിക്കപ്പെടുത്തിയവരുടെ മുൻപിൽ, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ, നിന്നെ ദീപൽക്കടകര ബൗഡക്ഷാരെ നീ വേദനിച്ചതാ, ഒത്തിരി വേദനിച്ച് കരഞ്ഞതാ. ഹല്ലേലൂയ. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിയതുപോലെ ഓടിയതാ, വേദന സഹിക്കുവാൻ കഴിയാതെ ഓടിയതാ. അവരുടെ മധ്യേ ഞാൻ നിന്റെ സഹോദരനായ യോസേഫ് ആകുന്നു എന്ന് അവന് പറയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആ അധികാരം, ഹല്ലേലൂയ, ആ ഉയർച്ച കൊടുത്തുവെങ്കിൽ പ്രിയമക്കളെ, നിങ്ങളെ നോക്കി പറയുക, നിന്നെ തള്ളി പറഞ്ഞവരുടെ മധ്യേ നിന്റെ പേർ പറഞ്ഞ് അന്ന് നീ തള്ളി പറഞ്ഞ അതേ, ഹല്ലേലൂയ, അന്ന് ഉപേക്ഷിച്ച അതേ ഞാൻ തന്നെയാ. എന്നെ എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞില്ല. നിങ്ങളെല്ലാം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളെല്ലാം എന്നെ വേദനിപ്പിച്ചു, നിങ്ങളെല്ലാം എന്നെ മാറ്റി, എങ്കിലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല, എൻ്റെ യേശു എന്നെ കൈവിട്ടില്ല. നീ തള്ളിക്കളഞ്ഞെടുത്ത്, നീ ഉപേക്ഷിച്ചടുത്ത് നിന്നും എനിക്ക് അവൻ കരം തന്നെ എന്നെ പുറത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആ ഉപേക്ഷിച്ച അടുത്ത് നിന്ന് അതിനെ കൊണ്ടുവരാൻ പോകുന്നേ. അവരുടെ മധ്യേ തന്നെ, ആ ഉപേക്ഷിക്കപ്പെടുത്തിയ മധ്യേ തന്നെ നിന്നെ ഉയർത്തുവാൻ പോകുക. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 8:43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുവാൻ സാധിക്കുന്നു. രക്തസ്രവം ബാധിച്ച് വർഷങ്ങളോളം, 12 വർഷത്തോളം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ ഒരു സ്ത്രീക്ക് ആടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല, ജനത്തിന്റെ മധ്യേ പോകുവാൻ കഴിയുകയില്ല, ഒരു മൂലയ്ക്ക് കൂട്ടപ്പെട്ടവളായിരിക്കാം, എല്ലാവരും കവർന്നെടുത്തെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഒത്തിരി കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഒത്തിരി പണം കൊടുത്ത് അവൾ ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത സ്ത്രീ. ഹല്ലേലൂയ. അപ്പോൾ വളരെ പാവപ്പെട്ട സ്ത്രീയല്ല, പൈസ ഉള്ള സ്ത്രീ തന്നെയാ. അതുകൊണ്ടായിരിക്കും അത്രത്തോളം അവൾ ചികിത്സിക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം ചികിത്സിച്ച ഒരു സ്ത്രീ. ഒന്ന് ചിന്തിച്ചു നോക്കണേ, ആ സ്ത്രീ കടന്നു പോകുമ്പോൾ പോലും ഒത്തിരി പേർ മാറി നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിൽ, മാറ്റി നിർത്തപ്പെട്ടുവെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു രോഗം വന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു രോഗാവസ്ഥ വന്നപ്പോൾ മാറ്റിയതാ. ഒരു രോഗാവസ്ഥ ബാധിച്ചപ്പോൾ, ഹല്ലേലൂയ, ദീപൽ ബൗഡ വൈഡന്താരെ, ഇതിൽ നിനക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞ്, ഇതിൽ നിന്ന് നിനക്കൊരു പുറത്ത് വരികയില്ല എന്ന് പറഞ്ഞ് മാറ്റപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥാനത്ത് അവൾ യേശു കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടെ കടന്നു ചെന്ന് ആ തൊങ്ങലിൽ തൊട്ടതും, ഹല്ലേലൂയ, അവളുടെ രോഗം വിട്ടുമാറിയെന്നാ പറയുന്നേ. അവളുടെ ഉള്ളിൽ കൊടുത്തൊരു വിശ്വാസം, അതെ, യേശുവിനൊപ്പം ഞാൻ കടന്നുപോയി, ആ വസ്ത്രത്തിന് തൊങ്ങല്ലെങ്കിലും ഞാൻ തൊട്ടാൽ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ അസുഖം എന്നെ വിട്ടു പോകും. ഹല്ലേലൂയ. ഒത്തിരി വിഷമിച്ചാ കടന്നു പോകുന്നേ, ഒത്തിരി വിഷമിച്ച്. ഒരു പക്ഷേ അവൾ തലയിൽ തുണിയിട്ടുണ്ടാവണം. ഹല്ലേലൂയ. തലയിൽ തുണിയിട്ട് ആരും കാണാതെ ഒളിച്ചൊളിച്ച്, ഹല്ലേലൂയ, പിന്നാലെ ചെന്ന്, ഹല്ലേലൂയ, മുന്നാലെ ചെല്ലാൻ ഭയപ്പെട്ടു. കാരണം മുന്നാലെ ചെന്നാൽ എല്ലാവരും അടിച്ചോടിക്കും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കും, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഉള്ള കടന്നു പോകുമ്പോൾ പിന്നാലെ ചെന്ന് അവൾ വിശ്വാസത്തോടു കൂടി ആ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണേ, തൊട്ടതും അവളെ രോഗം മുക്തിയാക്കിയെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ രോഗി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്ത് തന്നെ, രോഗി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചവരുടെ മധ്യേ തന്നെ ഒരു അത്ഭുതം കാണുവാൻ പോകുകയാ. അതെ, അവളെ വിളിച്ച്, ഹല്ലേലൂയ, ചുമ്മാതിരുന്നില്ല. യേശു ശക്തി പുറപ്പെട്ടത് തിരിച്ചറിഞ്ഞ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആരാണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവളെ മുൻപിലേക്ക് കൊണ്ടുവന്ന് സകല ജനങ്ങളും, ഹല്ലേലൂയ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ മധ്യേ, നീക്കി നിർത്തിയവരെപ്പെട്ട മധ്യേ, ഹല്ലേലൂയ, ഇവൾ രോഗിയായവളെന്ന് പറഞ്ഞ്, ഇവൾ രോഗം ബാധിച്ചവളെന്ന് പറഞ്ഞ് തള്ളി മാറ്റപ്പെട്ടവരുടെ മധ്യേ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ഇവളുടെ മേൽ ബാധിച്ചിരുന്ന, ഹല്ലേലൂയ, ആ അസുഖം വിട്ടുമാറിയെന്ന് പറയുവാൻ തക്കവണ്ണം യേശു കൃപ ചെയ്തുവെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ രോഗം എന്നെ എത്ര ബാധിച്ചാലും അതിൽ നിന്നൊക്കെയും എൻ്റെ യേശു എനിക്ക് വിടുതൽ തരിക തന്നെ ചെയ്യും. ഒന്നിനെ കൊണ്ടും ഞാൻ ഭയപ്പെടേണ്ടതില്ല,
വലിയവനാ, ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിചാരപ്പെടേണ്ടതില്ല. എൻ്റെ യേശു വലിയവനാ, അത്ഭുതം ചെയ്യുന്നവനാ, അവൻ അത്ഭുത മന്ത്രിയാ, വീരനാം ദൈവമാ, അവൻ നിത്യപിതാവാ, അവൻ സമാധാന പ്രഭുവാ. എൻ്റെ കൂടെ ഇരിക്കുന്നവൻ എങ്ങനെയുള്ളവനാ? വെറുതെ വിടുന്നവനല്ല, വെറുതെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. എവിടെയൊക്കെ എന്നെ ഉപേക്ഷിക്കപ്പെട്ടാലും അവിടെയൊക്കെ എന്നെ ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 7:11-15 വായിക്കുമ്പോൾ അവിടെയും ഒരു ഉപേക്ഷ, അല്ലെങ്കിൽ അവിടെ ഒരു കരച്ചിൽ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിധവയുടെ കരച്ചിൽ. ഒരു വിധവയുടെ കരച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു വിധവ ആയ സ്ത്രീ സ്വന്തം മകനെ ഓർത്ത് കരയുക, അവൻ മരിച്ചു പോയതിനെ ഓർത്ത് കരയുക. ഒരു വിധവയ്ക്ക് ഹല്ലേലൂയ ഒരു മറ്റു ജനങ്ങളുടെ മുന്നിൽ എന്താണ് ഒരു ഇതുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു മുൻപിൽ എന്ത് ഉയർച്ച ഉള്ളത്? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയുള്ളൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ യേശു അതിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. ആ ചുമന്ന് കൊണ്ടുവന്ന്, ആ മരിച്ചു കിടന്ന മകനെ ചുമന്ന് കൊണ്ടുവന്ന് മഞ്ചത്തിൽ തൊട്ട് അവനെ പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ, അവളുടെ കരച്ചിലിന് അറുതി വരുത്തിയെങ്കിൽ, ഹല്ലേലൂയ അവൻ ജീവൻ വെച്ച് പുറത്ത് വന്നുവെങ്കിൽ, നിന്റെ അടുക്കൽ മരിച്ചു എന്ന് പറഞ്ഞത്, തീർന്നു പോയെന്ന് പറഞ്ഞത്, നീക്കപ്പെട്ടുവെന്ന് പറയുന്നതിനെ ജീവനോടെ നിന്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഉപേക്ഷിക്കപ്പെട്ടതിനെ ഹല്ലേലൂയ നീങ്ങിപ്പോയത്, അവസാനിച്ചു പോയതിന് ഹല്ലേലൂയ മരിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിച്ചതാ, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞതാ. ഞാൻ കരഞ്ഞതാ, ഇനി തീർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞതാ, ഇനി അവസാനിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞതാ. ആ കരഞ്ഞതിന് മധ്യേ ജീവനോടെ പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഒന്ന് പറയട്ടെ, നിങ്ങളെയും പുറത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ യേശു ബലവാനാ, എൻ്റെ യേശു കൃപ ചെയ്യുന്നവരാ. നീ ഒന്ന് ഉറക്കെ നിലവിളിച്ചാൽ, നീ ഒന്ന് ഉറക്കെ കരഞ്ഞാൽ, നിന്റെ ശബ്ദം കേട്ട് നിന്റെ പ്രതിസന്ധിക്കകത്ത് മറുപടി തരുന്നവനാ. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുകയില്ല. ഒത്തിരി അത്ഭുതങ്ങൾ അവൻ ചെയ്തവനാ, ഒത്തിരി അടയാളങ്ങൾ ചെയ്യുന്നവനാ. ഇന്നും ആ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് മുൻപിൽ നടന്നുകൊണ്ടേയിരിക്കുക. ഇന്നും നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒത്തിരി പേർ ഹല്ലേലൂയ ഇന്നും ലോകം കാണാതെ മടങ്ങിപ്പോയപ്പോഴും, പലയിടത്ത് തളർന്നു പോയപ്പോഴും നിങ്ങളെ ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രതിസന്ധിക്കകത്ത് നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശു എത്ര വലിയവനാ. അവൻ ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. മരിക്കാൻ പലപ്പോഴും തയ്യാറായി. ഈ ജീവിതം ഞാൻ മടുത്തു, ഇനി എനിക്ക് ജീവിച്ചത് മതി, ഞാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, എനിക്കിനി ജീവിതമേ വേണ്ട, മരിക്കുവാൻ പലപ്പോഴും തയ്യാറായപ്പോഴും, മരിക്കുവാനായി പല ഉപായങ്ങളും ചിന്തിച്ചപ്പോഴും, അതെ യേശു നിന്റെ അടുക്കൽ വന്ന് നിന്റെ ഹൃദയത്തിനോട് ചേർന്ന് പറയുക, ഓ പ്രിയ മകനെ, പ്രിയ മകളെ, നീ മരണത്തെ ജയിച്ചവനാ. ഓ റദലക്ഷാര, നീ ഇപ്പോൾ മരിക്കേണ്ടവനല്ല. ഈ പ്രതിസന്ധിയെ ഓർത്ത് നീ മരിക്കേണ്ടവനല്ല. ഞാൻ മരണത്തെ ജയിച്ചവനാ. ആ മരണത്തെ ജയിച്ച യേശു പറയുക, ഹല്ലേലൂയ, നിന്നെ ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ യേശുവിന് എന്നെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയും. എൻ്റെ യേശുവിന് ഈ പ്രതിസന്ധിക്കകത്ത് മറുപടി തരുവാൻ കഴിയും. ആരൊക്കെ എന്നെ മാറ്റിയാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ യേശു എന്നെ തള്ളി പറയുകയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. ഒരു നിമിഷം ആ വചനം ഒന്ന് കേട്ടു നോക്കി. അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അവൻ തരുവാൻ എന്നാ പറയുന്നേ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. നിങ്ങളല്ല യേശുവിനെ തിരഞ്ഞെടുത്ത്, യേശു നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക. നീ കരഞ്ഞ് മടുത്തിരുന്ന സ്ഥാനത്ത്, നീ മരിക്കുവാനായി തയ്യാറെടുത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, റദലക്ഷാര ദീപൽ ബൗഡ പൈഡന്താര അർത്ഥശാരവല ദീപല ബൗഡക്ഷസി, ഹല്ലേലൂയ, മരിക്കുവാൻ തയ്യാറായ സ്ഥാനത്ത്, ഹല്ലേലൂയ, എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ്, ഓ ഞാൻ ഈ നിന്ന ഇത്രയും സഹിച്ചു, ഞാൻ മക്കളാൽ വേദനിക്കപ്പെട്ടു, ഞാൻ എൻ്റെ ഭർത്താവിനാൽ വേദനിക്കപ്പെട്ടു, ഞാൻ എൻ്റെ ഭാര്യയാൽ വേദനിക്കപ്പെട്ടു, ഞാൻ എൻ്റെ അമ്മയാൽ വേദനിക്കപ്പെട്ടു, ഞാൻ എൻ്റെ പിതാവിനാൽ വേദനിപ്പിക്കപ്പെട്ടു. യേശുവേ, സഹോദരങ്ങളെപ്പോലെ കരുതിയവർ, എൻ്റെ കൈ താങ്ങുമെന്ന് കരുതിയവർ, അവർ പോലും എന്നെ ഉപേക്ഷിച്ചു. ഇനി എനിക്ക് മരണമല്ലാതെ എൻ്റെ മുൻപിൽ ഒന്നുമില്ല.
ഇനി എൻ്റെ മുൻപിൽ വേറൊന്നുമില്ല. മരിക്കുവാനായി തയ്യാറെടുത്തെടുത്ത് ഹല്ലേലൂയ അവൻ പറയുക, നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല, നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല. നീ അല്ല എന്നെ തിരഞ്ഞെടുത്തേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തേ. ഈ ലോകത്തിന് മധ്യേ നിനക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിന്നെ ഞാൻ അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ ചുമ്മാ മരിച്ചങ്ങ് വരേണ്ടവനല്ല, നീ മരിച്ചങ്ങ് പോകേണ്ടവനല്ല. ആറതലക്ഷാര ദീപൽ ബൗഡ വൈഡവരന്ത ബൗഡക്ഷാര. ഓ, ഉപേക്ഷിച്ചോ? നീ ഇതുവരെ മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ യേശു പിടിച്ചത് കൊണ്ടാ, യേശു നിന്റെ ഒപ്പം ഇരിക്കുന്നത് കൊണ്ടാ. മരിക്കുവാൻ കൂടി ആലോചിച്ച് പലപ്പോഴും പല ഉപായങ്ങൾ തേടിയതാ. ഓ, അതിനൊന്നും നീ മരിച്ചിട്ടില്ലെങ്കിൽ, അവിടെയൊന്നും മരിക്കാതെ നിന്നും ജീവിക്കുന്നെങ്കിൽ നിന്നെ തിരഞ്ഞെടുത്തവൻ കൂടെയുണ്ട്. അവൻ നിന്നെ വെറുതെ അങ്ങനെ വിടുകയില്ല. എവിടെ ഉപേക്ഷിച്ചോ, എവിടെ തള്ളപ്പെട്ടോ, അവരുടെ മധ്യേ നിന്റെ തല അവൻ ഉയർത്തുവാൻ പോകുക. എല്ലാവരും തലകളെ ഒരു നിമിഷം വണക്കിയേ. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വായ് തുറന്ന് യേശുവേ എന്ന് ഉറക്കെ നിലവിളിച്ച്, യേശുവേ അപ്പാ, ഞാൻ പലപ്പോഴും പല ഉപായങ്ങളും തേടി. യേശുവേ, ഞാൻ ഇന്നലെ വരെ ലോകത്തിലാണ് നിന്നേ. യേശുവേ, പലരും എന്നെ കൈ താങ്ങുമെന്ന് വിചാരിച്ചു. യേശുവേ, അരുമനാഥ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. യേശുവേ, എങ്കിലും നീ എന്നെ ഉപേക്ഷിച്ചില്ല. യേശുവേ, നീ എന്നെ തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ ഉയർത്തി, ഇത്രത്തോളം എന്നെ നിർത്തി. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ ഹല്ലേലൂയ എന്നെ ബലപ്പെടുത്തി. യേശുവേ, എനിക്ക് മതിയില്ലപ്പാ, എനിക്ക് മതിയായില്ലപ്പാ. ആ സ്നേഹത്തിൽ ഇനിയും നിൽക്കണമപ്പാ. യേശുവേ, എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി. ഞാൻ ഈ ലോകത്തെ നോക്കുന്നില്ലപ്പാ. യേശുവേ, ഞാൻ അങ്ങൽ മാത്രം. യേശുവേ, ഞാൻ നോക്കുന്നത് ഉയരത്തിലേക്കാണപ്പാ, ഞാൻ നോക്കുന്നത് ഉയരത്തിലേക്കാണപ്പാ. ആ വെളിച്ചം താഴേക്ക് ഇറങ്ങുന്നത് ഞാൻ അറിയുന്നു, ആ വെളിച്ചം എന്നിലേക്ക് വരുന്നത് ഞാൻ അറിയുന്നു. ഇന്നലെ വരെ എൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന അന്ധകാരം, ഇരുട്ടിൻ്റെ ശക്തികൾ, എന്നെ തകർക്കുവാൻ ശരിക്കുന്ന ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികൾ എന്നെ വിട്ടുപോകുന്നത് ഞാൻ അറിയുന്നപ്പാ. യേശുവേ, ആ വെളിച്ചമിലേക്ക് ആഴ്ന്നിറങ്ങുക. എൻ്റെ ഹൃദയം ബലപ്പെടുക, എൻ്റെ ആത്മാവ് ശക്തിപ്പെടുക. ഞാൻ താഴെത്തുള്ളി നൃത്തം ചെയ്യുവാൻ തക്കവണ്ണം യേശുവേ, ഞാൻ തിരിച്ചറിയുന്നപ്പാ. അങ്ങയുടെ കരം എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ അറിയുന്നപ്പാ. എന്നെ അങ്ങ് ആശ്വസിപ്പിക്കുന്നു, അങ്ങനെ കരുതുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു. യേശുവേ, എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല ആശ്രയിപ്പാൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയജനത്തെ അടിയൻ തിരുകരത്തെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. യേശുവേ, ഈ പ്രതിസന്ധിയിൽ നിന്നൊക്കെയും ഈ കഷ്ടതയിൽ നിന്നൊക്കെയും ഞങ്ങളെ പുറത്ത് കൊണ്ടുവരണമേ. ഈ കഷ്ടതയിലൊക്കെ സഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ലോകമുണ്ട്, ഈ കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ അപ്പാ കുരിശുണ്ട്, വേദനയുണ്ട്. ഇതിനെയൊക്കെ സഹിക്കുവാനുള്ള ഈ കഷ്ടത്തെയും ഈ കുരിശിൻ്റെ വേദനയെ സഹിക്കുവാനുള്ള ബലത്തെ ഞങ്ങൾക്ക് അധികമായി തരണമേ. വീണു പോകാതെ, തളർന്നു പോകാതെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. രോഗങ്ങളെ അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണം, രോഗത്തിൽ നിന്നും വ്യക്തി തരണം. അത്ഭുതങ്ങൾ മലയാളം തീർന്നു പോയിട്ടില്ല, ഇനിയും ഒന്നും അവസാനിച്ചിട്ടില്ല. പ്രിയജനത്തെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനത്തികൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.